കൂട്ടുകാർക്ക് കാർത്തികയിലെ കഥകളെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. എന്നാണ് നിങ്ങൾ നിങ്ങളുടെ കഥ അയക്കുന്നത്? ഇന്ന് തന്നെ നിങ്ങളുടെ അച്ഛനോടും അമ്മയോടും മുത്തശ്ശിമാരോടും ഒരു കഥ കാർത്തികയിലേക്ക് അയച്ചു തരാൻ പറയൂ. ആ കഥ നിങ്ങൾക്ക് മാത്രമല്ല, എല്ലാ കൂട്ടുകാർക്കും കേൾക്കാൻ കഴിയും. ഇന്ന് കാർത്തികയിൽ ഒരു കുഞ്ഞു കൂട്ടുകാരന്റെ കഥയാണ്. കൂട്ടുകാരന്റെ പേര് അപ്പു. ഒരു ദിവസം അപ്പു കരഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടി. അച്ഛൻ മുറ്റത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു. എനിക്കൊന്നും ഇഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉണ്ണിക്കുട്ടൻ മുറ്റത്ത് നിന്ന് പറമ്പിലേക്ക് ഓടിപ്പോയത്. അത് കണ്ട് അച്ഛൻ അപ്പുക്കുട്ടനെ പുറകെ ഓടി. വേഗത്തിൽ ഓടുന്ന അപ്പുക്കുട്ടനെ അച്ഛൻ ഓടിച്ചെന്ന് പിടിച്ചു. എന്നിട്ട് അപ്പുക്കുട്ടനെ പൊക്കിയെടുത്തു. അപ്പുക്കുട്ടനെ തോളിൽ ഏറ്റിയിരുത്തി. അവിടെ നിന്നും അപ്പുക്കുട്ടൻ കരയുകയായിരുന്നു. കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒഴുകുകയായിരുന്നു. എന്താ പറ്റി അപ്പുക്കുട്ട, എന്തിനാ നീ കരയുന്നേ? അച്ഛൻ ചോദിച്ചു. എനിക്കൊന്നും ഇഷ്ടമല്ല അച്ഛാ, അപ്പുക്കുട്ടൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇഷ്ടമല്ലെന്നോ? എന്താ പറ്റിയേ? ബാ. അച്ഛൻ പയ്യെ അപ്പുക്കുട്ടനെ കൊണ്ട് നടന്നു. അടുത്തുള്ള ഒരു മാവിൻ ചൂട്ടിൽ ചെന്ന് ഇരുന്നു. അപ്പുക്കുട്ടനെ അച്ഛന്റെ മടിയിൽ ഇരുത്തി. എന്നിട്ട് അപ്പുക്കുട്ടനോട് ചോദിച്ചു, എന്താന്ന് പറ, അച്ഛനൊന്ന് കേക്കട്ടെ. അപ്പുക്കുട്ടൻ അച്ഛനെ നോക്കി ഏങ്ങലിട്ടുകൊണ്ട് പറഞ്ഞു തുടങ്ങി. അച്ഛനും അമ്മയും എപ്പോഴും പറയാറില്ലേ, ഞാൻ വരയ്ക്കുന്ന പടങ്ങൾ വളരെ നല്ലതാണെന്ന്. മുത്തശ്ശിയും പറയും എല്ലാം നല്ല പടങ്ങളാണെന്ന്. പക്ഷെ ഇന്നലെ സ്കൂളിൽ സുശീല ടീച്ചർ എന്നോട് പറയുക, ഞാൻ വരച്ച പടം പോരാന്ന്, ഇനിയും നന്നാവണമെന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് വിഷമമായി. ഇത് പറയേണ്ട താമസം അപ്പുക്കുട്ടൻ വീണ്ടും കരയാൻ തുടങ്ങി. അച്ഛൻ അത് കേട്ടിട്ട് പറഞ്ഞു, അങ്ങനെ പറഞ്ഞോ ടീച്ചർ? അപ്പുക്കുട്ടൻ തലയാട്ടി. അത് മാത്രമല്ല അച്ഛ, ഉച്ചയ്ക്ക് ഞാൻ ചോറുണ്ണാനായി അമീറിനടുത്ത് പോയപ്പം അച്ഛനറിയില്ലേ, അമീറാണ് എൻ്റെ ഏറ്റവും നല്ല കൂട്ടുകാരെന്ന്. അമീർ എന്നോട് പറയാ, ഞാനിന്ന് നിന്റെ കൂടെ കഴിക്കാൻ വരുന്നില്ല എന്ന്. അമീർ എന്നിട്ട് രാജുവിനോട് കഴിക്കാൻ പോയി. എനിക്ക് കൂട്ടുകാരൊന്നുമില്ല അച്ഛ. വീണ്ടും അപ്പുക്കുട്ടൻ കരയാൻ തുടങ്ങി. അച്ഛൻ അപ്പുക്കുട്ടനെ മടിയിലേക്ക് കയറ്റിയിരുത്തി കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത്രയുള്ള പ്രശ്നം, ഇതിനാണോ നീ കരയുന്നത്? അല്ല, ഇനിയുമുണ്ട്. ഞാൻ ഇന്നലെ വൈകുന്നേരം വീട്ടിൽ ചെന്നപ്പം അമ്മ എന്നെ ദേഷ്യപ്പെട്ടു. അമ്മ പറഞ്ഞു, ഞാൻ മേശപ്പുറത്തുള്ള സാധനങ്ങളെല്ലാം വൃത്തികേടാക്കി ഇട്ടുന്നു. അത് ചെയ്യാത്തത് കൊണ്ട് അമ്മ എന്നെ വൈകുന്നേരം ടിവിയും കാണിച്ചില്ല. എല്ലാവർക്കും എന്നോട് ദേഷ്യമാച്ച. അപ്പുക്കുട്ടൻ കരച്ചിൽ പയ്യെ നിർത്തി തുടങ്ങി. എങ്കിലും ഏങ്ങലിട്ടാണ് അപ്പുക്കുട്ടൻ ഇതെല്ലാം അച്ഛനോട് പറഞ്ഞത്. എങ്കിലും അമ്മ അങ്ങനെ പറഞ്ഞല്ലോ, അച്ഛൻ അപ്പുക്കുട്ടനോട് പറഞ്ഞു. മുത്തശ്ശിയും പറഞ്ഞു അച്ഛാ. മുത്തശ്ശിയും പറഞ്ഞോ? എന്താ മുത്തശ്ശി പറഞ്ഞേ? അച്ഛൻ അപ്പുക്കുട്ടനോട് ചോദിച്ചു. ഇന്നലെ വൈകുന്നേരം മുത്തശ്ശി എനിക്ക് കുടിക്കാനായി പാല് തന്നു. ആ ഗ്ലാസ് എന്റെ കയ്യിൽ നിന്ന് താഴെ പോയി, നിലത്തെല്ലാം പാലായി. അതെന്റെ കയ്യിൽ നിന്ന് അറിയാതെ പോയ അച്ഛ. അതിന് മുത്തശ്ശി എന്നോട് പറയാ, നീ വലുതാകണം, നീ കുട്ടിയല്ല, നീ എന്താ അങ്ങനെ ചെയ്യുന്നത്, ഇങ്ങനെ ചെയ്യുന്നത്. എല്ലാവരും എന്നെ കുറ്റം പറയാ അച്ഛ. രാവിലെ ടീച്ചറെ കുറ്റം പറഞ്ഞു, സ്കൂളിൽ കുറ്റം പറഞ്ഞു, അമ്മ കുറ്റം പറഞ്ഞു, മുത്തശ്ശി കുറ്റം പറഞ്ഞു. എനിക്ക് വലുതാകണ്ട, എനിക്ക് ചെറുതായിട്ട് തന്നെ ഇരുന്നാ മതി. അതെല്ലാം ശ്രദ്ധയോടെ അച്ഛൻ കേട്ടു. എന്നിട്ട് പറഞ്ഞു, അതാണ് നിന്റെ പ്രശ്നം അല്ലേ? നിനക്ക് കുട്ടിയായിട്ടിരിക്കണം, പഴയതുപോലെ എന്നും ചെയ്യാൻ പറ്റണം. ആരും എന്തു പറഞ്ഞാലും നോക്കാതെയും ആരെ എന്തും പറഞ്ഞു നടക്കണം അല്ലേ? അപ്പുക്കുട്ടൻ തലയാട്ടി. നീ വലുതായിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പുക്കുട്ട, അത് നീ എന്താ മനസ്സിലാക്കാത്തത്? അപ്പുക്കുട്ടൻ ഒന്നും മിണ്ടാതെ അച്ഛനെ നോക്കി. രാവിലെ സുശീല ടീച്ചർ നിന്നോട് പറഞ്ഞില്ലേ നിന്റെ പടങ്ങൾ നന്നാക്കാമെന്ന്? അതെന്തുകൊണ്ട് നീ മനസ്സിലാക്കുന്നില്ല? നിന്റെ പടങ്ങൾ ഇനിയും നന്നാക്കാമെന്ന് ടീച്ചറിന് തോന്നിക്കാണും. അച്ഛനും അമ്മയും കാണാത്ത എന്തോ ടീച്ചർ കണ്ടിട്ടുണ്ട്. നാളെ ടീച്ചറോട് ചെന്ന് ചോദിക്കുക, എന്ത് പടമാണ് ഞാൻ വരയ്ക്കേണ്ടത്, എങ്ങനെയാണ് അത് നന്നാക്കേണ്ടതെന്ന്. അപ്പുക്കുട്ടൻ തലയാട്ടി. എന്നിട്ട് ഉച്ചയ്ക്ക് ചോറുണ്ണാറാകുമ്പോൾ അമീറിനെയും
രാജുവിനെയും വിളിക്കണം. എന്നിട്ട് പറയണം, വാ നമുക്ക് ഒരുമിച്ച് ചോറുണ്ടാവുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ചോറുണ്ടാവല്ലോ അല്ലേ? നിനക്കൊരു പുതിയ കൂട്ടുകാരനെയും കിട്ടി. കണ്ണുകൾ പയ്യെ തുടച്ചുകൊണ്ട് ഉണ്ണിക്കുട്ടൻ വീണ്ടും തലയാട്ടി കേട്ടുകൊണ്ടിരുന്നു. ഞാനും നിന്നെപ്പോലെ ആയിരുന്നു അപ്പുക്കുട്ട. ഞാനും ചെറുതായിരുന്നു. എനിക്കും ഇങ്ങനെ വലുതാകണമെന്ന് ആഗ്രഹമില്ലായിരുന്നു. ചോക്ലേറ്റ് കഴിച്ച് ടിവിയിലെ കാർട്ടൂണൊക്കെ കണ്ട് ജീവിക്കാനായിരുന്നു എനിക്കും ഇഷ്ടം. പക്ഷെ ഞാനിപ്പോൾ വലുതായപ്പോൾ എനിക്ക് മനസ്സിലായി അത് ഒരു നല്ല കാര്യമാണെന്ന്. വലുതായതുകൊണ്ടല്ലേ എനിക്ക് നിന്റെ അമ്മയെ കല്യാണം കഴിക്കാൻ പറ്റിയത്. അതുകൊണ്ടല്ലേ നിന്നെപ്പോലെ ഒരു മിടുക്കനായ മോനെ എനിക്ക് കിട്ടിയത്. അത് കേട്ടപ്പോൾ അപ്പുക്കുട്ടൻ പയ്യെ ചിരിക്കാൻ തുടങ്ങി. നീ വളരുകയാണ് മോനെ. വളരുന്നത് നല്ല കാര്യമാണ് അല്ലേ അപ്പുക്കുട്ട? അതെ അച്ഛാ. നമ്മൾ വളരുമ്പോൾ പല കാര്യങ്ങളും പഠിക്കും. അതിൽ നിന്ന് ഓടിപ്പോകാൻ നമുക്ക് കഴിയില്ല. അതുപോലെ അപ്പുക്കുട്ടൻ പഠിച്ച് ഒരു വലിയ ആളാകണം. അപ്പുക്കുട്ടൻ എല്ലാം മൂളി സമ്മതിച്ചു. വാ നമുക്ക് വീട്ടിൽ ചെന്ന് അമ്മയോടും മുത്തശ്ശിയോടും ഈ കാര്യം ചോദിക്കാം. അച്ഛൻ അപ്പുക്കുട്ടന്റെ കൈയും പിടിച്ച് വീട്ടിലേക്ക് പയ്യെ നടന്നുപോയി. ചെറുതായിരിക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം. നമ്മുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്യാം. ഇഷ്ടമുള്ളത് ഭക്ഷണം മാത്രം കഴിച്ചാൽ മതി. ഇഷ്ടമുള്ള TV കാണാം. ആരും ദേഷ്യപ്പെടില്ല. പക്ഷെ നമ്മൾ വളരുമ്പോൾ എല്ലാം പയ്യെ പോയിക്കൊണ്ടിരിക്കും അല്ലെ? ആൾക്കാർ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും. നമുക്കിഷ്ടമുള്ള ഭക്ഷണം കിട്ടിയില്ല. പക്ഷെ അതൊന്നും കൂട്ടുകാർ കാര്യമാക്കണ്ട. വളരുന്നത് അങ്ങനെ തന്നെയാണ്. വലുതാകുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. മറ്റൊരു കഥയുമായി കാതിക നാളെ വീണ്ടും. നന്ദി.